ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ടിഫാനി വേഴ്സസ് ലിവ് മോർഗൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് വിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ടിഫാനി ഒരു ബുദ്ധി ഉപയോഗിച്ചു. അതായത് റിംഗ് സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ മാച്ച് കാണാൻ വന്ന ബിയാൻക ബെല്ലറിന് ടിഫാനി അറ്റാക്ക് ചെയ്തതിന് ശേഷം റിങ്ങിലേക്ക് കയറി വരും. ഈ ഒരു അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലിവ് മോർഗനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ ടിഫാനിയാണ് വിൻ ചെയ്തത്. ഇനി മാച്ച് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് എലിമിനേഷൻ ചേംബറിന്റെ സമയം ഞാൻ പറഞ്ഞിരുന്നു പ്രഡിക്ഷൻ വീഡിയോയില്, അതായത് 2:30 എന്ന്. എന്നാൽ എലിമിനേഷൻ ചേംബർ മെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 3:30 കാരണം ഈ ഒരു ഷോ ഓസ്ട്രേലിയയിൽ 8:30 സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഷോ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ 3:30 മെയിൻ ഷോ കാണാൻ സാധിക്കുക. 2:30 മുതൽ കാണുകയാണെങ്കിൽ ആസ്കയുടെ എല്ലാം ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡി ഹാർട്ട്വെൽ, കാൻഡിസ് ലോറെ ഇവരുടെ കൂടെയെല്ലാം. അപ്പോൾ 2:30 മുതൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം, ഇല്ല എങ്കിൽ 3:30 മെയിൻ ഷോ കണ്ടാൽ മതി. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡ്രൂ മെക്കൻഡയർ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് പോലെയും അതേസമയം ബോബി ലാഷ്ലി അവിടെ വന്നുകൊണ്ട് റസൽമേനിയ 37 ഡ്രൂ മെക്കൻഡയറെ തോൽപ്പിച്ച കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഇത് പറയാൻ കാരണം ഡ്രൂ മെക്കൻഡയർ എലിമിനേഷൻ ചേംബർ വിൻ ചെയ്യണം, ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞതുകൊണ്ടാണ് ലാഷ്ലി ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത്. അതായത് നിന്നെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്, അത് മറക്കരുത് എന്ന ലെവലില്. പിന്നീട് വീണ്ടും ബാക്ക് സ്റ്റേജിൽ റോമൻ റെയിൻസ് ആൻഡ് ബ്ലഡ് ലൈൻ ഇവരെ കാണിച്ചു. അപ്പോൾ ജിമ്മി യൂസോ എപ്പിസോഡിൽ പോയി ജെയ്യൂസോയുടെ അടുത്തും കോഡി റോഡ്സിന്റെ അടുത്തെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് പോലെ ചില സെഗ്മെന്റ് ഒക്കെ കാണിച്ചിരുന്നു. അത് റോമനോട് ചോദിക്കാതെയാണ് പോയത്. ആ ഒരു ലെവലിലൊക്കെയാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ജിമ്മി യൂസോ പറയുന്നത് അങ്ങനെ ചെയ്താലും അത് നല്ല കാര്യമായില്ല എന്ന്. പിന്നീട് റോമനും അത് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അവസാനം ഗ്രേസൺ വാലറിനെ കാണണം എന്നാവശ്യപ്പെടും. അത് പോൾ ഹേമനോട് പറയുന്നതായിട്ടും പോൾ ഹേമൻ ഗ്രേസൺ വാലറിനെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകും. പിന്നീട് മറ്റൊരു സെഗ്മെന്റിൽ ഗ്രേസൺ വാലറുമായിട്ട് റോമൻ റെയിൻസ് സംസാരിക്കാൻ പോകുന്നതായിട്ടും. എന്നാൽ എന്താണ് സംസാരിച്ചത് എന്നറിയില്ല, കാരണം അപ്പോൾ തന്നെ അവരത് കട്ട് ചെയ്തു. പിന്നീട് ബ്രോൺ ബ്രേക്കറിന് സ്മാക്ഡൗൺ ഡെബ്യൂ മാച്ചാണ് നടന്നത്. ഇതൊരു നോർമൽ മാച്ച് ഒരു നോർമൽ റെസ്ലറുടെ കൂടെയാണ് നടന്നിട്ടുള്ളത്. ഈ മാച്ച് മുഴുവനായിട്ടും ബ്രോൺ ബ്രേക്കർ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അവസാനം സ്പിയർ എല്ലാം ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ ഈ മാച്ച് വിൻ ചെയ്തു. ഇതേപോലെയുള്ള മാച്ച് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. ബ്രോൺ സ്ട്രോമൻ, റൈബാക്ക് ഇതുപോലെയുള്ള പവർ റെസ്ലേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നോർമൽ മാച്ചുകൾ കൊടുക്കാറുണ്ട്. അതായത് നോർമൽ റെസ്ലേഴ്സിന്റെ കൂടെ മാച്ച് കൊടുക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. തുടർന്നും ഇനിയും ചില സ്മാക്ഡൗണിൽ ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് തോന്നുന്നു. പിന്നീട് ഒരു ടാഗ് ടീം മാച്ച് നടന്നു. ടൈലർ ബീറ്റ് ആൻഡ് പീറ്റ് ഡാൻ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ ആൻഡ് ജെഡി മെക്ഡാനിക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. രണ്ടു ടീമിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ മാച്ചിൽ എപ്പോഴത്തെയും പോലെ ജഡ്ജ്മെന്റ് ഡേ ഒരുപാട് പ്രാവശ്യം ചീറ്റ് ചെയ്തിരുന്നു. അതായത് മാച്ചിന്റെ അവസാനം റെഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിയതിനു ശേഷം ഡൊമിനിക് പീറ്റ് ഡാന് ഒരു 619 കൊടുത്തുകൊണ്ട് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടെല്ലാം കാണിച്ചു. അതായത് ഇവർ വിൻ ചെയ്യാൻ പോകുന്നത് പോലെ. പക്ഷെ സാധിച്ചില്ല. മാച്ചിന്റെ അവസാനത്തിൽ ജെഡി മെക്ഡാനിക്കിനെ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ പീറ്റ് ഡാൻ ആൻഡ് ടൈലർ ബീറ്റ് ഇവരാണ് വിൻ ചെയ്തത്. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻസായ ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് അവിടെ വന്ന് പീറ്റ് ഡാൻ ആൻഡ് ടൈലർ ബീറ്റ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. എന്നാൽ ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഫിൻ ബാലറും ഡെമി പ്രീസ്റ്റും വീണ്ടും റിങ്ങിൽ കയറുമ്പോൾ ഇവരവിടെ നിന്നും എസ്കേപ്പ് ആയിക്കൊണ്ട് ഡൊമിനിക്കിനെയും ജെഡിനെയും അറ്റാക്ക് ചെയ്ത് എൻട്രൻസിന്റെ അവിടെ പോയി നിന്ന് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇവർ വിൻ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെന്റും ഈ മാച്ചും നന്നായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡെക്കോ ടെക്കൈനെ ആരോ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അതേപോലെ മറ്റൊരു സെഗ്മെന്റിൽ ബെയ്ലി അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ. പ്രത്യേകിച്ചൊന്നുമില്ല, റസൽമേനിയയിൽ ഡെക്കോ ടെക്കൈക്ക് ബെയ്ലിനെ ചതിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നീട് AOP വേഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്ക് തമ്മിൽ ഒരു ടാഗ് ടീം മാച്ച് നടന്നു. മാച്ച് കാണാനായിട്ട് രണ്ടു ടീമിന്റെയും ലീഡർമാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ബോബി ലാഷ്ലി, കെരിൻ ക്രോസ്. അപ്പോൾ ഈ മാച്ചിലും അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനം ക്ലീൻ ആയിട്ടുള്ള ഒരു വിൻ ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് സംഭവിച്ചത്. മാച്ചിന്റെ അവസാനത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വിൻ ചെയ്യാൻ പോകുമ്പോൾ കെരിൻ ക്രോസ് ടീമെല്ലാം പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും പിന്നീട് ബോബി ലാഷ്ലി കെരിൻ ക്രോസുമായി ഫൈറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ബോബി ലാഷ്ലിയുടെ കൈക്ക് ഇഞ്ചുറി ആകുന്നത് പോലെയും ഈ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ മാച്ചിന്റെ അവസാനം കാണിച്ചിരുന്നു. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ ഫിനിഷർ ചെയ്ത് AOP ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതിനുശേഷം ബോബി ലാഷ്ലിക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്ന ലെവലിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിക്കുമ്പോൾ ഡ്രൂ മെക്കൻഡയർ അവിടെ ചെന്നുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ബോബി ലാഷ്ലിയെ കളിയാക്കി അവിടെ നിന്നും പോയി. ഇതിന് കാരണം ഫസ്റ്റ് സെഗ്മെന്റിൽ റസൽമേനിയയിൽ തോൽപ്പിച്ച കാര്യം ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ് ഡ്രൂ ഇങ്ങനെ കളിയാക്കിയത്. പിന്നീട് സ്മാക്ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് LA നൈറ്റ് വേഴ്സസ് ഡ്രൂ മെക്കൻഡയർ
ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കെവിൻ ഓവൻസും ലോഗൻ പോളും കമന്ററി ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഈ മാച്ച് ഇനി അധികം മുന്നോട്ട് പോവില്ല എന്ന്. ശേഷം റിംഗ് സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ LA നൈറ്റിനെ കെവിൻ ഓവൻസിന്റെ മേലേക്ക് ഡ്രൂ മാക്കിൻടയർ തള്ളിവിടുന്നതായിട്ടും പിന്നീട് കെവിൻ ഓവൻസ് കയറി ആ മാച്ച് ഇങ്ങനെ അവസാനിപ്പിച്ചു. ശേഷം ഇവരെല്ലാവരും മാറി മാറി അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ റിങ്ങിൽ ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ LA നൈറ്റ് ഡ്രൂ മാക്കിൻടയർ BFT ചെയ്തു. അടുത്ത സെക്കൻഡിൽ തന്നെ ലാഷ്ലി LA നൈറ്റിനെ സ്പിയർ ചെയ്തു. പിന്നീട് ലോഗൻ പോളിനെ കെവിൻ ഓവൻസ് സ്റ്റണ്ണറും ചെയ്തു. കെവിൻ ഓവൻസിനെയും ലാഷ്ലി സ്പിയർ ചെയ്ത് ലാഷ്ലിയുടെ തീം സോങ് എല്ലാം പ്ലേ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഡ്രൂ മാക്കിൻടയർ ലാഷ്ലിയെ ക്ലൈമോർ ചെയ്ത് ഡ്രൂ മാക്കിൻടയറിന്റെ തീം സോങ് പ്ലേ ആയി. മാക്കിൻടയർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഫാൻസ് വേറെ ലെവലായിട്ട് ബഹളം വെക്കും. അപ്പോൾ തന്നെ മനസ്സിലായി RKO കിട്ടുമെന്ന്. അടുത്ത സെക്കൻഡിൽ തന്നെ റാൻഡി ഓർട്ടൻ ഡ്രൂ മാക്കിൻടയറെ RKO ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടനാണ് മാസായി ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ളത്. പിന്നെ ഈ സ്മാക്ക് ഡൗണിൻ്റെ റിസൾട്ട് എല്ലാം മുൻപ് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എത്ര പേര് ഈ റിവ്യൂ കാണും എന്നെനിക്കറിയില്ല.